ഈ കാണുന്ന കനോലി കനാൽ ഒരു കാലത്ത് കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെ നീണ്ടുകിടന്നിരുന്ന വാണിജ്യ ഇടനാഴിയായിരുന്നു. കേരളത്തിൻ്റെ കച്ചവട സിരയായി പ്രവർത്തിച്ച കേരളത്തിൻ്റെ ജലപാത. റോഡ് ഗതാഗതമോ വാഹനങ്ങളോ പരിചിതമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന ജലപാതയാണ് ഇത്. ഒരു കാലഘട്ടത്തിൻ്റെ അവശ്യ വസ്തുക്കളായിരുന്ന ചകിരിയും കയറും നെല്ലും എള്ളും ഉണക്കമീനും കുരുമുളകും മരത്തടിയും നിറച്ച വിവിധങ്ങളായ കെട്ടുവള്ളങ്ങൾ നിറഞ്ഞ കനോലി കനാൽ. വേനലെന്നോ വർഷകാലമെന്നോ വ്യത്യാസമില്ലാതെ തിരക്ക് പിടിച്ച കേരളത്തിലെ കച്ചവട ജലപാത. ആളും ബഹളവുമായി ചരക്കുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന കച്ചവട കേന്ദ്രങ്ങൾ. ചേനയും ചേമ്പും കിഴങ്ങും വാഴപ്പഴവും കയറ്റിപ്പോകുന്ന കെട്ടുവള്ളങ്ങൾ ഇന്നും പഴമക്കാരുടെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന കാഴ്ചയാണ്. ആളൊഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞ് കിടക്കുന്ന ഈ കനാലിന് പറഞ്ഞാൽ തീരാത്ത ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാരനായ കനോലി പ്രഭു കേരളത്തിലെ വിവിധ നദികളെ കൂട്ടിയോജിപ്പിച്ച് കൃത്രിമമായി ഒരു ജലപാത മനസ്സിൽ കണ്ടത് മുതലുള്ള ചരിത്രം. വയറ് നിറയെ ലഭിക്കുന്ന ഭക്ഷണം മാത്രം സ്വപ്നം കണ്ട് കനോലി പ്രഭുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി രാപ്പകൽ പണിയെടുത്ത പേരറിയാതെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെയും നമ്മുടെ പൂർവികരുടെയും ചരിത്രം. ഇടമുറിയാതെ പെയ്യുന്ന കാലവർഷ മഴയിലും വേനലിലും രാവും പകലും റാന്തൽ വെളിച്ചത്തിൽ കച്ചവടത്തിനായി ഇറങ്ങിത്തിരിച്ച അന്യദേശക്കാരുടെ ഓർമ്മകൾ. എവിടെയും എഴുതപ്പെടാതെ പോകുന്ന സാധാരണക്കാരായ നാട്ടുകാരുടെ ചരിത്രം. കേരളത്തിൻ്റെ വിവിധ പുഴകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പല ഭാഗങ്ങളിലായി നീണ്ടുകിടക്കുന്ന ഈ കനോലി കനാൽ ഇന്നും ഒഴുകുകയാണ്. ആ ചരിത്രവും പേറി പതിറ്റാണ്ടുകളോളം കേരളത്തിൻ്റെ കച്ചവട മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന കനോലി കനാൽ ആധുനിക ഗതാഗത മാർഗങ്ങളുടെ വരവോടെ ആർക്കും വേണ്ടാതെ, ശ്രദ്ധിക്കാതെ ഉപേക്ഷിക്കപ്പെട്ട് മാലിന്യം നിറഞ്ഞ് നശിപ്പിക്കപ്പെട്ട കേരളത്തിൻ്റെ സ്വന്തം കനാൽ. കനോലി കനാലിൻ്റെ അവസാനിക്കാത്ത ചരിത്രം അത് തുടരുകയാണ്. ഈ കനാൽ പോലെ തന്നെ ഇടുങ്ങിയും കലങ്ങിയും നിവർന്നും വിവിധ ദേശങ്ങളെ, വിവിധ സംസ്കാരങ്ങളെ, വിവിധ ആശയങ്ങളെ, വിവിധ കലകളെയും വിളകളെയും സമന്വയിപ്പിച്ച് കേരള ചരിത്രത്തിൽ തന്നെ അതിൻ്റെ സാംസ്കാരിക സമന്വയത്തിൻ്റെ അടിസ്ഥാന ഘടകമായിക്കൊണ്ട് നിശബ്ദമായി ഒഴുകുകയാണ്. നീളമുള്ള മുളകൾ പുഴയുടെ അടിത്തട്ടിൽ കുത്തി മുന്നോട്ട് തള്ളി നീക്കുന്ന കെട്ടുവള്ളങ്ങൾ. ഈ കനാലിലൂടെ പോകുന്ന കാഴ്ച ഇന്നത്തെ തലമുറക്ക് സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ പ്രയാസമായിരിക്കും. അക്കാലഘട്ടത്തിലെ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളായ ബേപ്പൂരിലേക്കും പൊന്നാനിയിലേക്കും കൊടുങ്ങല്ലൂരിലേക്കും മലഞ്ചരക്കുകളും കാർഷിക വിളകളും എത്തിച്ചിരുന്നത് ഈ കനാൽ വഴിയാണ്. കൊല്ലത്ത് നിന്ന് കശുവണ്ടി വറുത്ത അണ്ടിയെണ്ണ തീരദേശങ്ങളിൽ എത്തിച്ചിരുന്നതും ഈ കനാൽ വഴിയാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലിലൂടെയും മലബാർ മേഖലയിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഈ കനോലി കനാൽ വഴിയും കേരളത്തിൻ്റെ തെക്ക് വടക്ക് ചരക്ക് നീക്കം ആ കാലഘട്ടത്തിൽ വളരെ സജീവമായിരുന്നു. റോഡുകളും പാലങ്ങളും റെയിൽവേ സൗകര്യങ്ങളും നിലവിൽ വന്നതോടെ ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യം കുറയാൻ തുടങ്ങിയത് കനാലിൻ്റെ നാശത്തിന് കാരണമായി. കൂടുതൽ വേഗത്തിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ചരക്കുകൾ എത്തിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ചരക്ക് നീക്കത്തിനായി റെയിൽവേയെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ കനാലിൻ്റെ പ്രാധാന്യം കുറയുകയും കനാൽ അവഗണിക്കപ്പെടാനും തുടങ്ങി. വേണ്ട രീതിയിൽ കനാൽ സംരക്ഷിക്കാത്തതും മണ്ണ് വന്ന് നിറഞ്ഞതും മാലിന്യങ്ങൾ തള്ളിയതും കനാലിൻ്റെ നാശം വേഗത്തിലാക്കി. കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയാൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ വലിയ മുതൽക്കൂട്ടാകുന്ന കനോലി കനാലിൻ്റെ പുനരുദ്ധാരണം അത്യാവശ്യമാണ്. കൂടാതെ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കനാൽ സംരക്ഷണവും ഉറപ്പാക്കണം. ചെലവ് കുറഞ്ഞതും ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതയുമുള്ള കനോലി കനാലിനെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയാൽ അത് ലോക ടൂറിസം മാപ്പിൽ തന്നെ ഇടം പിടിക്കും. കനാലിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് കനാലിൻ്റെ ആഴം കൂട്ടുകയും ഇരുകരകളിലും സംരക്ഷണ ഭിത്തി കെട്ടുകയും ചെയ്ത് കനാലിനെ സംരക്ഷിക്കുന്നതിനായി
പദ്ധതികൾ തയ്യാറാക്കി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കനാലിൻ്റെ വലിയൊരു ഭാഗവും അവഗണിക്കപ്പെട്ട് കിടക്കുക തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ മുകൾ ഭാഗം കെട്ടിമേഞ്ഞ കെട്ടുവള്ളങ്ങളാൽ നിറഞ്ഞ കനോലി കനാൽ വീണ്ടും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഹൗസ് ബോട്ടുകളും കെട്ടുവള്ളങ്ങളും നിറഞ്ഞ് തിരക്ക് പിടിച്ച ഒരു ജലപാതയായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.